പ്രിയപ്പെട്ട ചന്ദ്രമതി, നിന്നെ മതിയായി ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. നീയാണ് എന്നെ മതിയാക്കി നമ്മുടെ മക്കളെ ഇന്ദുവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് സ്ഥലം വിട്ടത്. ഈ ഭൂമിക്ക് ആകെ ഒരു ബോണ്ടയുടെ അത്ര വലിപ്പമുള്ളൂ. ആ ബോണ്ടയുടെ മുകളിൽ ജീവിക്കുമ്പോ ആർക്കും മറ്റൊരാൾ അറിയാതെ ഇവിടെ ഒരു ഗോൾ അടിക്കാൻ കഴിയില്ല. നീ നോക്കിക്കോ, എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇന്ന് ഞാനൊരു ഗോൾ അടിക്കും. ഇത് ഗോളായില്ലെങ്കിൽ അതോടെ ഈ ജീവിതകളെ ഞാൻ അവസാനിപ്പിക്കും. പിന്നെ മാധവനില്ല, മാധവന്റെ പാട്ടുമില്ല. മക്കളെ, അച്ഛന്റെ കല്യാണത്തിന്റെ മുഹൂർത്തമായി. എല്ലാരും പോയി വണ്ടി കയറ്. പുതിയ കുപ്പായൊക്കെ ഇട്ട് മക്കളൊക്കെ എങ്ങോട്ടാ? അമ്മച്ചി വിളിക്കുന്നു. എന്നെ നേരത്തെ ഒരിക്കൽ വിളിച്ചു. അച്ഛൻ ചേച്ചിയമ്മ കല്യാണം കഴിക്കാൻ പോവല്ലേ? ചേച്ചിയമ്മ വന്നാ പിന്നെ നമ്മുടെ അമ്മച്ചി വരില്ലേ? അതെങ്ങനെയാ? ഒരു വീട്ടിൽ ഒരമ്മയും കുട്ടികളും അല്ലേ ഉണ്ടാവുക? പിന്നെ അമ്മച്ചി സത്യമായിട്ടും വരില്ല? ഇല്ല, എനിക്ക് അമ്മച്ചിയെ കാണണം. എനിക്കും. എന്തേ നാസർ കച്ചേരി ഇവിടുന്നേ തുടങ്ങിയോ? എനിക്ക് എന്റെ അമ്മച്ചിയെ വേണം. ഏതമ്മച്ചി? ഈ അമ്മച്ചി, നമ്മുടെ അമ്മച്ചി. ഈ അമ്മച്ചി വേണ്ട, ചേച്ചി അമ്മ മതിയെന്നും പറഞ്ഞ് പട്ടിണി കടന്ന് എന്നെ കൊണ്ട് തീ തീറ്റിച്ചില്ലേ നിങ്ങള്? ഇപ്പോഴെന്തേ ഈ അമ്മച്ചിയെ കാണാഞ്ഞിട്ട് നിങ്ങക്ക് വിശന്നോ? അച്ഛന്റെ കല്യാണമായിട്ട് നിന്ന് മോങ്ങിയ രണ്ടെണ്ണം പൊട്ടിക്ക് ഞാൻ. പോയി വണ്ടി കയറ്. വെൽക്കം ഫോർ യുവർ ഫാദേഴ്സ് ഹാപ്പി വെഡിങ് ഡേ. ഒരുപാട് ആഭരണങ്ങളൊന്നും വേണ്ട കേട്ടോ. എല്ലാം കൂടി എനിക്ക് താങ്ങാൻ വയ്യ. ഇങ്ങനെ വേഷം കെട്ടുന്നത് സാറിനും ഇഷ്ടാവില്ല. അകത്ത് കയറി വെട്ടണോ അതോ പുറത്തേക്ക് വിളിച്ചിട്ടൊന്ന് സ്നേഹത്തോടെ വെട്ടണോ? വെട്ടാനല്ല, അളിയനെ തട്ടിക്കൊണ്ട് പോകാനല്ലേ നമ്മൾ വന്നത്. അരിവാൾ ഒരു കഴുത്തെ വെച്ചാലേ അളിയ പുഷ്പം പോലെ വന്ന് ആട്ടക്കറി. അത്തരം പുഷ്പവിദ്യ ഒന്നും അളിയന്റെ അടുത്ത് നടക്കൂല. എന്നാ ഒന്ന് കാണാം. മുറിച്ച് ഇതാ പറഞ്ഞത്, വാളെടുക്കാൻ അറിയാൻ പാടില്ലാത്തവൻ വെളിച്ചപ്പാടാവരുതെന്ന്. ഈ ചുവന്ന പൊട്ട് പോലെ കാണുന്നതാണ് കല്യാണ മണ്ഡപം. കല്യാണ മണ്ഡപത്തിന്റെ മുന്നിൽ വന്ന അവന്റെ ഒരു മാപ്പും കോപ്പും. എടാ, പാട്ടുകാരന്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവളെ കൊണ്ടുപോകാനാ നമ്മൾ വന്നത്. നീ അതിന്റെ വഴി നോക്ക്. വന്ന സ്ഥിതിക്ക് അവന്മാരെ വെറും കൈയോടെ തിരിച്ചയക്കണ്ട. ഋഷിയുടെ കൃഷി കുയ്യാനായിട്ട് അരിവാളും കൊടുത്ത് അണ്ണന്മാരങ്ങോട്ട് അയക്കിയ ബാക്കി അവര് തമ്മിൽ ആയിക്കോളും. അതെ, ഓരോ പുലിവാലേ. നിങ്ങളുടെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയത് ആ ഋഷി. സത്യമാണോ? സത്യം. അവന്റെ പെങ്ങളെയാണ് സാറ് കെട്ടാൻ പോകുന്നത്. കൊണ്ടുവന്ന അരിവാളൊന്നും വേസ്റ്റ് ആക്കണ്ട. എടുത്തു പെരുമാറിയാൽ അണ്ണന്മാർക്ക് പെങ്ങളെയും കിട്ടും, ഞങ്ങൾക്ക് ഞങ്ങളെ സാറിനെയും കിട്ടും. അവന്റെ ഗുണ്ടകളാ, വിട്ടോ. അവന്മാരെ കണ്ടില്ല. അവിടെ ഇല്ല. അവിടെ എങ്ങും അബൂട്ടി, ലൂക്കോസെ, എന്റെ എല്ലാ വിഷമഘട്ടങ്ങളിലും എന്റെ കൂടെ നിന്നിട്ടുള്ളവരാണ് നിങ്ങൾ. അനുഗ്രഹം ചോദിക്കാൻ അച്ഛനോ അമ്മയോ കൂടപ്പിറപ്പുകൾ ആരുമില്ല. എന്റെ ഈ തീരുമാനം എന്നെ അബദ്ധത്തിൽ കൊണ്ട് ചടിക്കോ? സാർ വാ, അങ്ങോട്ടിരിക്കും. സാർ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം മംഗളമാവും. എത്ര പാടിയാലും വീണ്ടും പാടാൻ തോന്നുന്ന ഒരു പാട്ട് പാടുകയാണെന്ന് വിചാരിച്ചാ മതി. നീ വാ. അമ്മച്ചി, അമ്മച്ചി, മക്കളെ, അമ്മച്ചിയുടെ മക്കൾക്ക് സുഖമാണോ? അമ്മച്ചി എന്ത് ഇത്രയും ദിവസമായിട്ട് വരായിരുന്നേ? അമ്മച്ചി വന്നില്ലേ? അമ്മച്ചി വന്നില്ലേ? മക്കൾക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടടാ. അമ്മ ഇപ്പൊ വരെ. എല്ലാരും ഇരുന്നട്ടെ, ഞാൻ വെറുതെ ഒന്ന് വന്നേ ഉള്ളൂ. മാഷേ, വളരെ സന്തോഷായി. ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ നേരിട്ട് കാണാനൊരു കൊതി. ഞാൻ ആഗ്രഹിച്ചല്ലേ, അതുകൊണ്ട് വന്നതാ. ഇന്ദു ഇവിടെ മാഷേ? ഓ, ഞാൻ അടുത്ത് വന്ന് കണ്ടോട്ടെ. അയ്യോ ചേച്ചി, മിണ്ടാരിടി. സുന്ദരിയായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ മാഷിനുള്ള എന്റെ സമ്മാനമായി നീ മാറുന്നത് കാണാൻ വന്നതാ. ഇതാരാ ഇങ്ങനെ സാരി ഉടുപ്പിച്ചേ? ഞൊറിവൊന്നും ശരിയല്ലല്ലോ. ചേച്ചി എന്തിനാ കരയുന്നേ? ആ,
അതങ്ങനെയാ, സന്തോഷം വരുമ്പോ കണ്ണീര് വരില്ലേ? വാ. വേണ്ട മാഷേ, വേണ്ട മാഷേ, എനിക്ക് തെറ്റ് പറ്റിയതാ. മാഷ പങ്കുവെക്കാൻ ഞാൻ സമ്മതിക്കില്ല മാഷേ. ആ താലി എടുത്തിട്ട് കഴുത്തിക്കെട്ട്, ആ താലി എടുത്തിട്ട് കഴുത്തിക്കെട്ട് മാഷേ. ഞാൻ കാല് പിടിക്കാം മാഷേ, കാല് പിടിക്കാം. എന്നോട് ക്ഷമിക്ക്. പോകരുത് മാഷേ, ആ താലി എടുത്തിട്ട് കഴുത്തിക്കെട്ട് മാഷേ. ഒരിക്കൽ നിനക്കിട്ടൊന്ന് പൊട്ടിച്ചപ്പോ ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിനക്കിട്ടൊന്ന് പൊട്ടിക്കാൻ എനിക്ക് ഒരു വേദനയില്ലടി. നിന്റെ ജീവിതത്തിലേക്ക് ഒരിക്കൽ നീ എന്നെ പിടിച്ചു വാങ്ങിയതാ. അതിഷ്ടപ്പെട്ടതുകൊണ്ടാ നിന്റെ കഴുത്തി താലി കെട്ടി നിന്നെ ഞാൻ സ്വീകരിച്ചത്. സ്വയം ദുരന്തം വരുത്തി വെച്ചിട്ട് എത്ര നിലവിളിച്ചാലും സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ആളുകളുടെ മുമ്പിൽ ഒരു കോമാളിയാവാന്ന് മാത്രം. നീ ഇപ്പൊ ഒരു കോമാളിയാ, വെറും കോമാളി. വേണ്ട, നിന്റെ കോമാളി കളിക്കൊത്ത് തുള്ളാൻ എന്നെ കൊണ്ട് ഇനി വയ്യ. എനിക്കൊരു ജീവിതമുണ്ട്. എന്നെ വിശ്വസിച്ച് ഈ ലോകത്തേക്ക് വന്ന എന്റെ മക്കൾക്കൊരു ജീവിതമുണ്ട്. അതെനിക്ക് വേണം. കണ്ടോ, സ്വയം അലങ്കരിച്ച് ഒരു ദൈവത്തെ പോലെ നിന്റെ മുമ്പിൽ വളർന്നു നിൽക്കുന്ന ഇന്ദുനെ നീ കണ്ടോ? ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാടി ഒരു വധുവിന്റെ വേഷം. ഇനി എന്ത് വേണമെന്ന് എന്നെ മക്കളെ രക്ഷിക്കാൻ തയ്യാറായ ഇവള് തീരുമാനിക്കട്ടെ. എനിക്കൊന്നും പറയാനില്ല. മാഷ് പറഞ്ഞ നേരാ. ചന്ദ്രമതി കാണിച്ചതും ചിന്തിച്ചതും ഒക്കെ മണ്ടത്തര. ടിവിയിൽ പറയുന്ന കേട്ടപ്പോ മനസ്സാകെ തീ പിടിച്ച പോലെ മാഷും മക്കളും ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാവും തോന്നി. സാരല്ല, ഞാൻ ഒഴിഞ്ഞു നിന്നേക്കാം. നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ച് മക്കളെ നോക്കി സുഖമായിട്ട് കഴിയണം. കിങ്ങിണി മോളെ ഞാൻ കൊണ്ടു. അവൾ ഇത്തിരി കൂടെ വലുതാക്കി ഞാൻ തിരിച്ചു തരാം. മക്കള് വാടാ, നമുക്ക് പോവാ. പോടി. വെരി ഗുഡ്. നീ എന്തോന്നാ പറഞ്ഞേ? പോടീന്ന്.